iOS 18.2 2 ദിവസം മുമ്പ് ആപ്പിൾ റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ നമുക്ക് നമ്മുടെ ഐഫോണിൽ കിട്ടിയിട്ടുള്ള പുതിയ കുറച്ച് ഫീച്ചേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫീച്ചർ നമുക്ക് വന്നിരിക്കുന്നത് വോയിസ് മെമ്മോസിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വോയിസ് മെമ്മോ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു റെക്കോർഡിങ് നമുക്കിവിടെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഓഡിയോ ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് റെക്കോർഡ് ആയതിനു ശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ഡോട്ട് കിട്ടുന്നുണ്ട്. ഈ 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയതായിട്ടൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. എഡിറ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടും ഇങ്ങനെ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്കൊരു പ്ലസ് ഐക്കൺ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലസ് ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ലെയറായിട്ടൊരു റെക്കോർഡിംഗ് കൂടെ ചെയ്യാനായിട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കരോക്കെയൊക്കെ നിങ്ങൾ പാടിയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് കരോക്കെ റെക്കോർഡ് ചെയ്യാം. പിന്നീട് നമുക്ക് സോങ് നമുക്ക് പാടണമെങ്കിൽ നമുക്ക് അതൊരു ലെയർഡ് റെക്കോർഡിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയർ ഇവിടെ റെക്കോർഡ് ആവുകയാണ്. കണ്ട് നമുക്ക് ആ ഒരു പോർഷൻ നമുക്കവിടെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഡണ്ണ് കൊടുക്കുകയാണെങ്കിൽ സേവ് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെയർഡ് റെക്കോർഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട് പ്രസ് ചെയ്ത് നമുക്കിവിടെ എഡിറ്റ് റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ഇവിടെ നമുക്ക് 3 ഡോട്ട് പ്രസ് ചെയ്ത് നമുക്കിവിടെ ട്രിമ്മുണ്ട്, സെപ്പറേറ്റ് ലെയേഴ്സ് ഉണ്ട്. നമുക്ക് ലെയർ സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് ലെയർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രിം ചെയ്യണമെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്കുണ്ട്. നമുക്ക് 2 ലെയർ നമുക്കിവിടെ ട്രിം ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലെയർഡ് റെക്കോർഡിങ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് അതായത് ഇപ്പോൾ നിങ്ങളൊരു സോങ്ങൊക്കെ സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലെയർഡ് റെക്കോർഡിങ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടുത്ത നമുക്ക് വേറൊരു ഫീച്ചർ വന്നിരിക്കുന്നത് നമുക്ക് സെറ്റിങ്സിലാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സെറ്റിങ്സ് എടുക്കുന്നുണ്ട്. സെറ്റിങ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്ന് ഞങ്ങൾക്കിവിടെ സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ് എടുക്കുന്നുണ്ട്. സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് പുതിയതായിട്ട് വോളിയം ലിമിറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വോളിയം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ സ്പീക്കറിനുള്ള ഒരു വോളിയം ലിമിറ്റാണ് കൊടുത്തത്. നമുക്ക് ഓവർ പവറിംഗ് ആയിട്ടുള്ളൊരു സൗണ്ട് വേണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വോളിയം ലിമിറ്റ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര സൗണ്ട് നമ്മുടെ ഈ ഐഫോണിൻ്റെ സ്പീക്കറിൽ കൂടെ പുറത്ത് വരണമെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫുൾ സൗണ്ട് തന്നെ വേണമെങ്കിൽ 100 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 90% സൗണ്ട് നമുക്ക് ഇതിനകത്തോടെ കേൾക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ട, എനിക്ക് കുറച്ചുകൂടെ സൗണ്ട് കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു 70% വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലിമിറ്റ് ഇപ്പോൾ ഇനി മുതൽ നമുക്ക് ഐഫോണിൽ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫീച്ചർ നമുക്ക് വന്നിരിക്കുന്നത് മെയിൽ ആപ്പിലാണ്. ഇപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ മെയിൽ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മെയിലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. അതായത് നമുക്കിപ്പം ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മെയിൽസൊക്കെ നമുക്കിവിടെ കാറ്റഗറൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ബിസിനസ് വന്നിട്ടുണ്ട്, പിന്നെ ആപ്പിളിൻ്റെ വന്നിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പല പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മെയിൽ കാറ്റഗറീസും നമുക്കിവിടെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്രീഫിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ മെസ്സേജ് ദാറ്റ് മാറ്റർ മോസ്റ്റ് ഇൻ പ്രൈമറി ആൻഡ് ഓർഗനൈസ് എവറിത്തിങ് എൽസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ മുകളിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് മറ്റും പ്രൈമറി വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട്, പിന്നെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് പ്രൊമോഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ മെയിനായിട്ട് ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഈ തരത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്കിപ്പോൾ മെയിൽ ആപ്പിൽ വന്നിട്ടുണ്ട്. അടുത്ത മെയിനായിട്ടുള്ള ഫീച്ചർ നമുക്ക് വന്നിരിക്കുന്നത് ഫോട്ടോസ് ആപ്പിലാണ്. ഫോട്ടോസ് ആപ്പ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് ഒരു ഫോട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സൂംഡ് ഔട്ട് ആയിട്ടുള്ളൊരു പ്രിവ്യൂ ആയിരിക്കും നമുക്ക് ആദ്യം ലഭിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഫോട്ടോയിൽ ടാപ്പ് ചെയ്തതിന് മാത്രമേ നമുക്കത് ഫുൾ സ്ക്രീനായിട്ട് വരത്തുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചർ നമുക്ക് തിരിച്ചു മാറ്റാം. അതായത് നമുക്കിപ്പോൾ സൂംഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഇമേജ് അല്ല നമുക്ക് വരുന്നത്, നമുക്ക് നോർമലായിട്ടുള്ള സൂംഡ് ആയിട്ടുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് വരുന്നത്. അതായത് നോർമൽ പ്രിവ്യൂ തന്നെയാണ് വരുന്നത്. ഫുൾ സ്ക്രീൻ കവറായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇമേജ് വരുന്നുണ്ട്. മുമ്പാരും നമുക്കൊരു സൂംഡ് ഔട്ട് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ആ ഒരു ഇമേജ് വന്നിരുന്നത്. അപ്പോൾ അതൊരു ചേഞ്ചാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്കത് വന്നിരിക്കുന്നത്. പുതിയ ഫീച്ചർ നോക്കിയാൽ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്ത് എൻ്റെ കഴിഞ്ഞ വീഡിയോ ആണ്, നമ്മുടെ ആപ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസിലെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു മാറ്റം എന്തെന്ന് കാണിച്ചു തരാം. മാറ്റം നമ്മളിപ്പം വീഡിയോയിൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സീക്ക് ബാർ വന്നിട്ടുണ്ട്. ഈ സീക്ക് ബാർ നമുക്ക് മുമ്പേ വന്നൊരു ഫീച്ചറാണ്. പക്ഷേ ഈ സീക്ക് ബാറിൽ ഇപ്പോൾ നമുക്ക് മില്ലി സെക്കൻഡ്സ് നമുക്ക് ഇവിടെ കാണിക്കുന്നു. ഇവിടെ കണ്ട് നമുക്ക് മില്ലി സെക്കൻഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. മുമ്പ് നമുക്ക് മില്ലി സെക്കൻഡ്സ് കാണിക്കത്തില്ലായിരുന്നു. മുമ്പ് നമുക്ക് സെക്കൻഡ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം നമുക്ക് മില്ലി സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിം ബൈ ഫ്രെയിം നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ബൈ ഫ്രെയിം മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മില്ലി സെക്കൻഡ്സ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് നമുക്കിപ്പോൾ ഐഫോൺസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ നമുക്ക് ചെറിയൊരു ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ മുമ്പായിരുന്നു നമ്മളിത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നേരെ ഈ വീഡിയോ പിന്നീട് റിപ്പീറ്റ് ആയിട്ട് പ്ലേ ആവുമായിരുന്നു. പക്ഷേ നമുക്ക് ഇനി മുതൽ നമുക്ക് ആ ഒരു ഫീച്ചർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സ് എടുത്തിട്ട് നേരെ ആപ്സിൽ പോവുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോസ് എടുത്ത് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ലൂപ്പ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇനി മുതൽ എൻഡ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ആവുന്നതായിരിക്കും. പിന്നീട് വീഡിയോ റീപ്ലേ ആവത്തില്ല, ലൂപ്പ് ആവത്തില്ല.
ഇത് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീഡിയോ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും, റീസ്റ്റാർട്ട് ആവത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു ടോഗിൾ നിങ്ങൾ ജസ്റ്റ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ പിന്നും ലൂപ്പായിട്ട് തന്നെ വർക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത മെയിനായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് വന്നിരിക്കുന്നത് സഫാരിയിലാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സഫാരി എടുക്കുന്നുണ്ട്. സഫാരി എടുക്കുമ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. നമുക്കിവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വാൾപേപ്പേഴ്സിൽ കുറച്ചധികം വാൾപേപ്പേഴ്സ് വന്നിട്ടുണ്ട്. കണ്ട് നമുക്ക് ഞാൻ കുറച്ചധികം വാൾപേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതല്ല നിങ്ങൾ എന്നെ കണക്ക് നിങ്ങൾക്ക് ഒരു കസ്റ്റം ഇമേജ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കസ്റ്റം ഇമേജ് ഇവിടെ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ജോക്കറിൻ്റെ ഒരു വാൾപേപ്പറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ട് ഒരു 4-5 വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു വാൾപേപ്പേഴ്സ് നമുക്ക് ഈ ഒരു സഫാരിയിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ലൈവ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ഡൈനാമിക് ഐലൻഡ് നമ്മളിപ്പം സഫാരി ത്രൂ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈവ് ആക്ടിവിറ്റി ആയിട്ട് മുകളിൽ അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സഫാരിയിൽ നിന്ന് നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി, അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ സൈറ്റ്സ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഹിസ്റ്ററി നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നോക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് സഫാരി എടുക്കുക, ആപ്സിൽ നിന്ന് സഫാരി എടുക്കുക. സഫാരി എടുത്തിട്ട് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടും ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന് പറഞ്ഞുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിവൈസിൽ യൂസ് ചെയ്ത ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഈ ഒരു ഫോണിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഫയൽ നമ്മുടെ ഫോണിൽ ആദ്യം ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ചൂസ് ഫയൽ കൊടുത്ത് നമുക്ക് ആ ഡേറ്റാസ് നമ്മുടെ സഫാരിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സഫാരിയിലുള്ള ബ്രൗസിംഗ് ഡാറ്റ നമുക്ക് വേറൊരു ഡിവൈസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിവിടെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് സേവ് ടു ഡൗൺലോഡ്സ് കൊടുത്താൽ നമ്മുടെ ഡൗൺലോഡ്സിൽ അത് സേവ് ആവുന്നതായിരിക്കും. അവിടുന്ന് അത് കോപ്പി ചെയ്ത് നമുക്ക് മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വന്ന് നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് നോട്ട് സെക്യൂർ കണക്ഷൻ വാണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള കണക്ഷൻ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വാണിംഗ് ലഭിക്കുന്ന രീതിയിൽ ഒരു ടോഗിൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇപ്പോൾ തന്നെ ഇനേബിൾ ചെയ്ത് വെക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. അടുത്തൊരു ഫീച്ചർ നമുക്ക് വന്നിരിക്കുന്നത് മ്യൂസിക്കിലാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക് ഇപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഈ ഒരു നമ്മൾ ഫോൺ ലോക്ക് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മ്യൂസിക്കിൻ്റെ സെക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വോളിയം സ്ലൈഡർ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു വോളിയം സ്ലൈഡർ ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു ലേ ഔട്ടിൽ നിങ്ങൾക്ക് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ഫോൺസ് ഒക്കെ ത്രൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വോളിയം സ്ലൈഡർ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വോളിയം സ്ലൈഡർ നമുക്കിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആഡ് ചെയ്യേണ്ട ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. ഇപ്പോൾ നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓഡിയോ വിഷ്വൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നേരെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടും ഓൾവേസ് ഷോ വോളിയം കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ പാനൽ എടുക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു വോളിയം സ്ലൈഡർ നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വോളിയം സ്ലൈഡർ വേണ്ട, നിങ്ങൾക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ആ വോളിയം സ്ലൈഡർ ഇവിടെ കാണിക്കത്തില്ല. അപ്പോൾ നമുക്കൊരു ക്ലീൻ ലേഔട്ട് മതിയെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല നിങ്ങൾക്ക് വോളിയം സ്ലൈഡർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇനേബിൾ ചെയ്തിടുക. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. അപ്പം വോളിയം സ്ലൈഡർ ഉള്ളത് തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത്. വോളിയം സ്ലൈഡർ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വോളിയം നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈയിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട്, നമുക്ക് ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു കമൻറ്റ് ചോദിച്ചപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തായിരുന്നു, നമുക്ക് ഫോണിൽ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു കമൻറ്റ് ആൾക്ക് റിട്ടേൺ കൊടുത്തായിരുന്നു. പക്ഷേ ആ ഒരു കമൻറ്റ് കണ്ട് തൊട്ട് പുറയാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇനി മുതൽ നമുക്ക് കോൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് സോങ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ഇത്തരത്തിൽ ആക്സസിബിലിറ്റിയിൽ വന്നിട്ട് ഓഡിയോ വിഷ്വൽ സെലക്ട് ചെയ്ത് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടും ആഡ് ഓഡിയോ ഇൻ കോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മളിത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ നമ്മുടെ ആപ്സിലുള്ള ഓഡിയോ നമുക്ക് ഈ ഒരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയോ അതിലൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ആ കോളിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഓഡിയോ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ച സമയത്ത് തന്നെ ഈ ഒരു ഫീച്ചർ ആപ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഫീച്ചർ നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ പല ബ്രൗസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പല മ്യൂസിക് ആപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പല ക്യാമറ ആപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ ചില ആപ്സൊക്കെ ഒത്തിരി ആപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിടുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു ആപ്പ് പർട്ടിക്കുലറായിട്ട് നമ്മൾ ഇപ്പം ഒരു മെസ്സേജിങ് ആപ്പ് എടുക്കുന്ന സമയത്ത് ആ ഒരു ആപ്പ് തന്നെ ഓപ്പൺ ആവണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്കൊരു ഡിഫോൾട്ട് ആപ്പ് നമുക്ക് ഇനി മുതൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക.
നേരെ താഴേക്ക് വന്ന് ആപ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ മുകളിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഡിഫോൾട്ട് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെക്ഷൻസ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇമെയിലിന് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മെയിൽ ആപ്പാണ് നമുക്ക് എൻ്റെ ഫോണിലുള്ളത്. ജിമെയിലുണ്ട്, പിന്നെ നോർമലായിട്ട് വരുന്ന ഫോണിൽ വരുന്ന മെയിൽ ആപ്പുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് മെസ്സേജിങ് ആപ്പ് വരുന്നുണ്ട്. മെസ്സേജിൽ നമുക്ക് മെസ്സേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കോളിങ്ങിന് നമുക്ക് ഫോണും ഫേസ് ടൈമും വരുന്നുണ്ട്. നമുക്ക് ഫോണാണ് യൂസ് ചെയ്യുന്നത്. കോൾ ഫിൽറ്റർ കാര്യമൊന്നുമില്ല. ബ്രൗസർ നമുക്ക് സഫാരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പാസ്വേഡ് ഞാൻ കോഡ്സ് കാണിക്കുന്നുണ്ട്. പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്. കീബോർഡ് നമുക്ക് 5 കീബോർഡ് ഞാൻ എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കീബോർഡ് നമുക്കിതിനകത്തുനിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ആപ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മെസ്സേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജിൽ നമുക്ക് ചെറിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. മെസ്സേജിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ആപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതാണ് ഡിഫോൾട്ട് മെസ്സേജിങ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് മെസ്സേജസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടോഗിൾ നമുക്ക് ഈ ഒരു മെസ്സേജിൻ്റെ ഒരു സെക്ഷനിൽ വന്നാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് 16 സീരീസിൽ വന്നിട്ടുള്ള ഫോൺസിലൊക്കെ നമുക്കറിയാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ക്യാമറ ബട്ടൺ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ ബട്ടണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫീച്ചേഴ്സ് പുതിയതായിട്ട് ഐഫോണിൽ ഈ ഒരു അപ്ഡേറ്റിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് സെറ്റിങ്സ് എടുക്കുക. ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് ക്യാമറ സെലക്ട് ചെയ്യുക. ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ക്യാമറ കൺട്രോൾസ് കിട്ടുന്നതായിരിക്കും. ക്യാമറ കൺട്രോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ഓട്ടോ ഫോക്കസ് ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറ ബട്ടൺ യൂസ് ചെയ്ത് ഈ ഒരു ക്യാമറ ആപ്പ് ആക്റ്റീവ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറ ആപ്പ് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ നോർമലി നമ്മൾ ഓട്ടോ ഫോക്കസ് ഒക്കെ നമ്മൾ ലോക്ക് ചെയ്യുന്നത് നമ്മൾ ഇത്തരത്തിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓട്ടോ ഫോക്കസ് ലോക്ക് എന്ന് മുകളിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഇനി മുതൽ നമുക്ക് ഈ ഒരു ക്യാമറ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഓട്ടോ ഫോക്കസും എക്സ്പോഷറും ഒക്കെ നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം ജസ്റ്റ് ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടുന്നതിനകത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓട്ടോ ഫോക്കസ് ലോക്ക് നമുക്ക് മുകളിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഇനി മുതൽ ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് വേറെയും കുറച്ച് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ലൈറ്റ് പ്രസ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നൊരു ഫീച്ചറാണ്. ഡബിൾ ക്ലിക്ക് സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചെറിയൊരു ആനിമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ ബട്ടൺ പ്രസ് ആവുന്ന കണക്ക് തന്നെ നമുക്കൊരു ആനിമേഷൻ കിട്ടുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ആ ഒരു ആനിമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഇനി മുതൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് ഈ ഒരു ക്യാമറ ബട്ടൺ വന്നപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു iPhone 16 Pro Max അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ബട്ടൺ നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്ന ചാൻസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ചിലപ്പോൾ പോക്കറ്റിൽ കിടക്കുമ്പോൾ ക്യാമറ ഓണായിട്ട് എൻ്റെ ഒരു ചാർജൊക്കെ പെട്ടെന്ന് ഡ്രെയിനായി പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ആക്സിഡൻ്റൽ പ്രസ്സിൽ നമുക്ക് ഈ ഒരു ബട്ടൺ മുമ്പ് ആക്റ്റീവ് ആവുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ കുറേ വന്നുകൊണ്ടാവണം ആപ്പിൾ അതിനൊരു പരിഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് താഴേക്ക് വന്നിട്ട് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നതിന് നമുക്കിവിടെ കാണാൻ പറ്റും റിക്വയർ സ്ക്രീൻ ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓൺ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവത്തില്ല. അതാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓണായി വരുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഇനി ഈ ഒരു ടോഗിൾ ഞാൻ അവിടെ ജസ്റ്റ് ഇനേബിൾ ചെയ്യുന്നുണ്ട്. ഇനേബിൾ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫോൺ ലോക്ക് ചെയ്യുന്നുണ്ട്. അതെ, സ്ക്രീൻ ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കണ്ടില്ലേ സ്ക്രീൻ ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിച്ച സമയത്ത് എനിക്കുണ്ടായിരുന്ന മെയിൻ ഒരു പ്രശ്നം ഇതായിരുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ ഫോൺ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബട്ടൺ പ്രസ്സായിട്ട് ക്യാമറ ഓൺ ആവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ടോഗിൾ ജസ്റ്റ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ ഈ ഒരു ബട്ടൺ പ്രസ്സായാലും ഡിസ്പ്ലേ ഓൺ അല്ലെങ്കിൽ നമുക്കിത് ഓപ്പൺ ആവത്തില്ല. അപ്പോൾ അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്ന മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി മുതൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൽ വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ 15 Pro സീരീസ് മുതൽ മുകളിലോട്ടുള്ള ഐഫോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ചില പഴയ മോഡൽസൊക്കെ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ആവുമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വീഡിയോസൊക്കെ ചേർന്ന് അതൊക്കെ തെറ്റാണ്. അതൊന്നും നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊന്നും വർക്ക് ആവത്തില്ല. അതിനകത്ത് പല ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അത് ആ ഒരു രീതി ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. 15 Pro മുതൽ മുകളിലോട്ടുള്ള സീരീസിലാണ് ഒഫീഷ്യലായിട്ട് നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ആവുന്നത്.
പിന്നെ ഒഫീഷ്യലായിട്ട് ആപ്പിൾ വല്ലതും റിലീസ് ആണെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്യുക. അല്ലാതെ ബാക്കിയുള്ള രീതിയിലുള്ള തേർഡ് പാർട്ടി ഫയൽസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്ന രീതിയൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. അതൊക്കെ നിങ്ങളുടെ ഫോണിന് ഹാംഫുള്ളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൽ നമുക്ക് ഈ ഒരു iOS 18.2 വന്നിരിക്കുന്ന മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പുതിയൊരു ആപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു ഡിസ്ക്രൈബ് ആൻ ഇമേജ് ഓർ ആഡ് എ സജഷൻ ഫ്രം ദ ലിസ്റ്റ്. അപ്പോൾ അതേ നമ്മളിപ്പം നമുക്ക് കുറേ ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയധികം വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. AI യൂസ് ചെയ്ത് നമുക്ക് ഇമേജിനെ ജനറേറ്റ് ചെയ്യുന്ന കുറേ ആപ്സും സൈറ്റും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി പൈസ കൊടുത്ത് വരെ ആ ഒരു ആപ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു ആപ്പ് ത്രൂ നമുക്ക് ഐഫോൺസിലും വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തരത്തിലൊരു ഇമേജ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഇമേജ് ഒന്നുകൂടെ ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് കാർ ഫ്ലോട്ടിങ് ഇൻ സ്പേസ്. നമ്മളെപ്പോഴും എനിക്ക് കൂടുതലും കാർസിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം നമ്മുടെ എല്ലാ സെർച്ച് നമ്മൾ കാർ ത്രൂ ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് അങ്ങനെ ഇമേജ് ജനറേറ്റ് ആവുന്നതെന്ന് നോക്കാം. അവിടെ കണ്ടിട്ട് നമുക്കൊരു കാർ ഇവിടെ സ്പേസിൽ പറക്കുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ട്. പല പല മോഡലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്, അതായത് നമ്മൾ ആരുടെയെങ്കിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസ് വെച്ച് റെഫറൻസ് വെച്ച് നമുക്ക് പല പല ഇമേജസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടെ കണ്ടും പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറച്ച് ഓപ്ഷൻസുകൾ കിട്ടുന്നുണ്ട്. ആനിമേഷൻ ഉണ്ട്, ഇലസ്ട്രേഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആനിമേഷൻ രീതിയിലുള്ള ഒരു ഇമേജാണ് വേണ്ടതെങ്കിൽ ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഒരു ഇലസ്ട്രേഷനാണ് വേണ്ടതെങ്കിൽ ഇലസ്ട്രേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ രൂപത്തിലുള്ള ഒരു ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് ആപ്പോട് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ട ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു തത്തയുടെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്കൊരു ഇലസ്ട്രേഷൻ രൂപത്തിൽ ആ ഒരു ഇമേജ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പല രീതിയിൽ അത് ഇലസ്ട്രേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കിത് ഈ ഒരു രീതിയിൽ വേണ്ട, എനിക്കൊരു ആനിമേഷൻ്റെ രൂപത്തിൽ തന്നെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ആനിമേഷനിലോട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തത്തയുടെ ഫോട്ടോ വീണ്ടും ഒരു 3D പോലത്തെ ഒരു ആനിമേഷൻ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു കുറച്ചുകൂടെ പോപ്പപ്പ് ആവുന്നുണ്ട്. അതിൻ്റെ കളേഴ്സൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് പല പല സൈറ്റ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കോൺടാക്ട് പിക്ചറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്കാരുടെയൊക്കെ ഫോട്ടോ ആണെങ്കിൽ ഇത്തരത്തിലൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ അവരുടെ കോൺടാക്ട് ഇൻഫോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇത്തരത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടും സജഷൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടും ഫയർ വർക്ക്സ് വന്നിട്ടുണ്ട്. അപ്പം ഫയർ വർക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. കണ്ടും ഫയർ വർക്ക് വന്നിട്ടുണ്ട്. വോൾക്കാനോ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വോൾക്കാനോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വോൾക്കാനോ വരുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോമർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ തീംസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തീംസ് ഇപ്പം ബർത്ത്ഡേ, ഡിസ്കോ, ഫാൻറ്റസി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ പിന്നെ മനുഷ്യരുടെ ഫോട്ടോ ആണെങ്കിൽ നമുക്കിവിടെ കോസ്റ്റ്യൂമൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആസ്ട്രോനോട്ട് ഉണ്ട്, ഷെഫ്, ഫാമർ, പിന്നെ ആക്സസറീസ്. ഇപ്പോൾ ഇതിനിപ്പോൾ നമുക്കൊരു തൊപ്പി വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്കൊരു തത്തയ്ക്കൊരു തൊപ്പി വെച്ച് കൊടുക്കാം. പക്ഷേ അത് കറക്റ്റായിട്ട് വന്നില്ലെന്ന് തോന്നുന്നു. തൊപ്പി കറക്റ്റായിട്ട് ഒരു മനുഷ്യനല്ലാത്തതുകൊണ്ടായിരിക്കും തൊപ്പി വരാൻ. അവിടെ കണ്ടത് ഈ ഒരു തൊപ്പി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തൊപ്പി തത്തയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഈ ഒരു തൊപ്പി വയ്ക്കാൻ തയ്യാറല്ല തത്ത. നമുക്ക് ഈ ഒരു നീലത്തൊപ്പി പക്ഷേ തത്തയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ അത് വരുന്നില്ല. ഒരു ബട്ടൺ വെച്ച് നോക്കാം. ബോറ്റൈ വെച്ചാൽ ബോറ്റൈ ഇഷ്ടമാണ് തത്തയ്ക്കുണ്ട്. ബോറ്റൈ വന്നിട്ടുണ്ട്. ഇത് വെച്ച് നോക്കിയാലോ. ഇതൊക്കെ വയ്ക്കാൻ തത്തയ്ക്ക് ഇഷ്ടമുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ രസമുണ്ട് തത്തയെ കാണാൻ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് സേവ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ട് ഈ ഒരു 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ഇമേജ് ഉണ്ട്. സേവ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിലേക്ക് ഇത് സേവ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ പ്രോംസ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. വിത്ത് അനദർ പാരറ്റ് എന്താ വരുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി അധികം പ്രോംസ് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് വേറൊരു തത്തയുടെ പേര് അടിച്ചപ്പം വേറെ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ വേറൊരു പാരറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ചിലതിലൊക്കെ നമുക്ക് ഈ രീതിയിലാണ്. കാരണം ഇതൊരു ബീറ്റ സ്റ്റേജിലാണ്. ഇത് നമുക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചില രീതിയൊക്കെ നമുക്ക് മാറി തിരിഞ്ഞൊക്കെ വരും. ഇവിടെ നമുക്ക് 2 തത്ത വന്നിട്ടുണ്ട്. നമ്മൾ 2 തത്തയെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് തത്തയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. തത്തയുടെ ഷേപ്പൊക്കെ മാറി. ഇവിടെ രണ്ട് തത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഇമേജ് പ്ലേ ഗ്രൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് ഇപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ അത് ചേഞ്ചസ് ഇതിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള ആപ്പാണ്. നമുക്ക് ഒത്തിരിയധികം സമയം നമുക്കിനകത്ത് ചിലവഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സുള്ള ഒരു ആപ്പാണിത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഈ റൈറ്റിംഗ് ടൂൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഐക്കൺ യൂസ് ചെയ്ത് നമ്മൾ റൈറ്റിംഗ് ടൂൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസിൽ അടുത്തായിട്ട് വന്നിരിക്കുന്ന മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ChatGPT നമുക്ക് ഐഫോൺസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇനേബിൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക, ഇങ്ങോട്ടൊന്ന് ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടും ChatGPT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസ് ChatGPT എന്ന് പറഞ്ഞൊരു ടോഗിൾ കിട്ടുന്നുണ്ട്. ഇത് ഇനേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ കണ്ടും സൈൻ, നിങ്ങൾക്ക് ഓൾറെഡി ChatGPT അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ കണ്ടും ഡെയിലി ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര പ്രോംപ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നോ ഡെയിലി ഒരു 24 hours ലിമിറ്റ് നമുക്കതിനകത്ത് വരുന്നുണ്ട്. ആ ലിമിറ്റിനകത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അണ്ടർ ലിമിറ്റ് എന്ന് കാണിക്കും. നമ്മൾ ആ ഒരു ലിമിറ്റിന് മുകളിൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ ലിമിറ്റൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒത്തിരിയധികം പ്രോംപ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ലിമിറ്റ് നമ്മൾ കൂടുന്നതായിരിക്കും. ലിമിറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ChatGPT ബേസ് ആയിട്ടുള്ള വേർഷൻ മാത്രമേ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കണ്ടും കൺഫേം ChatGPT റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ സിറിയുടെ ഒരു സെക്ഷനാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ഓൺ ആക്കിയതിന് ശേഷം ഇത് വന്നിട്ട് ഇതുകൂടെ ഓഫ് ചെയ്തിടുക. അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ChatGPT എടുത്ത് ചോദിക്കുന്ന സമയത്ത് സിറി നമ്മുടെ അടുത്ത് ഇത് ChatGPT യൂസ് ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നതായിരിക്കും. ആ ഒരു റിക്വസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ഓഫ് ചെയ്തിടുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഈ ഒരു സിറിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ChatGPT യൂസ് ചെയ്ത് നമ്മൾ ചോദിക്കുമ്പോൾ റിക്വസ്റ്റ് വരത്തില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ടോഗിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ChatGPT യൂസ് ചെയ്ത് എങ്ങനെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. Ask ChatGPT to create an image of a car flying on space with rocket engine. ഇവിടെ വർക്കിംഗ് വിത്ത് ChatGPT എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിനൊരു ഡെയിലി ലിമിറ്റ് ഉണ്ട്. 24 hours നമുക്കൊരു ലിമിറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലിമിറ്റിൽ അകത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ലിമിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് കിട്ടില്ല. ആ ഒരു ഇമേജ് ഇപ്പോൾ അങ്ങ് പോയി. അത് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സേവ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് നമ്മുടെ ക്യാമറ റോളിലേക്ക് നമുക്ക് സേവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ChatGPT യൂസ് ചെയ്ത് നമുക്ക് ഇമേജസ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ നമുക്ക് പൈസ ഒന്നും കൊടുക്കുന്ന കാര്യമില്ല. ഇത്തരത്തിൽ നമുക്ക് ChatGPTയിൽ ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. ഇപ്പോൾ കണ്ട് നമ്മുടെ റൈറ്റിംഗ് ടൂൾസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു മുകളിൽ കുറച്ച് ടെക്സ്റ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് മുമ്പ് പല രീതിയിൽ നമുക്ക് പ്രൂഫ് റീഡ് ചെയ്യാൻ പറ്റും, റീറൈറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. ഫ്രണ്ട്ലിയിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽ രീതിയിൽ എഴുതാൻ പറ്റും, കോൺസൈസ്, അങ്ങനെ പല രീതിയിൽ നമുക്കിത് റീറൈറ്റ് ചെയ്യാൻ പറ്റും. സമ്മറി എടുക്കാം, കീ പോയിൻ്റ് എടുക്കാം, ലിസ്റ്റ് എടുക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്കിപ്പം AI യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ചേഞ്ച് എങ്ങനെ വരുത്താൻ പറ്റും ജസ്റ്റ് കാണിച്ചിട്ട് ഇവിടെ കണ്ടും ഡിസ്ക്രൈബ് യുവർ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടെ ഒരു വേറെ രീതിയിൽ നമുക്ക് എഴുതാൻ നോക്കി നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്കിവിടെ വരുത്താൻ പറ്റുന്നതാണ്. മേക്ക് ഇറ്റ് ഫണ്ണി ടു റീഡ് എന്നാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ഫണ്ണി രീതിയിൽ നമുക്കിത് വേണമെങ്കിൽ റീറൈറ്റ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. ഇത് നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്താണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സമയം കൊടുക്കുക. അവിടെ കണ്ടും അനലൈസ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. മേക്ക് ഇറ്റ് ഫണ്ണി ടു റീഡാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ്. അപ്പോൾ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഈ തരത്തിൽ അത് ഫണ്ണി ആയിട്ട് നമുക്കത് റീറൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിട്ടും ഒസാങ് ഈസ് എ അൾട്ടിമേറ്റ് റോഡ് ട്രിപ്പ് ബഡി ഓഫ് ദ വെസ്റ്റേൺ ബട്ട് ഇൻസ്റ്റ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് താഴേക്ക് വന്ന് നമുക്കിവിടെ കണ്ടും കമ്പോസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പോസ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചറിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ChatGPT യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇനി മുതൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടും ഡിസ്ക്രൈബ് വാട്ട് യു ലൈക്ക് ടു റൈറ്റ് ആൻഡ് ChatGPT വിൽ ക്രിയേറ്റ് ഇറ്റ് ഫോർ യു എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടും ഇൻവിറ്റേഷൻ ടു എ ബർത്ത്ഡേ പാർട്ടി അറ്റ് മൈ ഹൗസ് ദിസ് സാറ്റർഡേ ഈവനിങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ എഴുതണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. നമുക്ക് ഇൻവിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇൻക്ലൂഡ് ഓൾ ടെക്സ്റ്റ് നമുക്ക് 147 മുകളിലുള്ള ഈ ഒരു ടെക്സ്റ്റ് കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് സെലക്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ഈ ഇതിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും കാര്യം എഴുതണമെങ്കിൽ അത് നമുക്കിവിടെ എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് സെൻഡ് കൊടുക്കണം. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ, ഒരു വെഡ്ഡിങ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ എഴുതാനാണ് നമ്മളിവിടെ ChatGPT എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ റിസൾട്ട് വരുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ആ ഒരു ഇത് നമുക്കിവിടെ വന്നിട്ടുണ്ട്, റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഡിയർ റെസിപ്പിയൻ നെയിം ഉണ്ട്, ഇൻവൈറ്റ് സെലിബ്രേറ്റിംഗ് എന്ന ബഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ChatGPT യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവിറ്റേഷൻ കാര്യങ്ങൾ എന്തുകൊണ്ടെങ്കിലും നമുക്ക് ഇനി മുതൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ChatGPT നമുക്ക് ഐഫോണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇനി മുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വന്നിരിക്കുന്ന മെയിൻ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ജെൻമോജി എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് ഈ ഒരു അപ്ഡേറ്റോടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജെൻമോജി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇമോജീസ് എടുക്കുക. ഇമോജീസ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടിട്ട് നമുക്ക് ചെറിയ ടോഗിൾ പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ജെൻമോജിയുടെ ടോഗിൾ നമുക്കിവിടെ ഇനേബിൾഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ജെൻമോജി ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്ക്രീനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ടും സ്റ്റാർട്ട് വിത്ത് ദ ഫ്യൂ വേർഡ്സ് ഓർ ഫ്രേസ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യുവർ ഐഡിയ. അതായത് നമുക്കിപ്പം എന്താണോ നമുക്ക് ടെക്സ്റ്റായിട്ട് അയക്കണം, നമ്മുടെ ഇമോജി എങ്ങനെയാണോ ഇരിക്കേണ്ടത് അത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജെൻമോജി നമുക്കിവിടെ ഐഫോൺ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു ജെൻമോജി ഒന്നിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇമോജി വിത്ത് സ്പെക്സ് ആൻഡ് എക്സ്പ്ലോഡിങ് ഹെഡ് എന്തുവരെ നോക്കാം. ആയിട്ട് നമുക്ക് സ്പെക്സ് ആയിട്ടുള്ളൊരു ഇമോജി വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലോഡിങ് ആയിട്ടുള്ള രീതിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പല രീതിയിലുള്ള വേരിയേഷൻസ് നമുക്കിവിടെ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ പല രീതിയിലുള്ള നമ്മുടെ ഐഡിയാസ് പരമായിട്ട് നമുക്ക് എന്ത് തരത്തിലുള്ള ജെൻമോജിയാണ് വേണ്ടത് അത് നമുക്ക് ഈ ഒരു AI യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമോജി നമുക്കിവിടെ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ജെൻമോജി നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഒത്തിരി ജെൻമോജീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതിനകത്ത് ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് നമുക്കിപ്പം എന്ത് പ്രോംപ്റ്റ് യൂസ് ചെയ്താൽ നമ്മളത് ക്രിയേറ്റ് ചെയ്തത് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് എൻ്റെ പുറത്തുനിന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടിട്ടും ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡിൽ നമുക്ക് ആ ഒരു പ്രോംപ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇമോജി വിത്ത് സ്പെക്സ് ആൻഡ് എക്സ്പ്ലോഡിങ് ഹെഡ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതൊക്കെ ഇമോജീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രോംസ് വരെ നമുക്ക് എന്താണ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന വഴിക്ക് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചേഴ്സാണ്. നമുക്ക് കുറേയധികം കസ്റ്റമൈസായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇമോജീസ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർക്ക് ആരെങ്കിലും അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രോംപ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത്തരത്തിൽ പല വേരിയേഷൻസ് നമുക്ക് അവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു iOS 18.2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ച കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഒരു അടുത്തൊരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസിൽ പിന്നീട് ഞാൻ ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്ത് പുതിയൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ വരെ പണിയിലേക്ക് കൂടുതലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. See you.